ബാബരി മസ്ജിദ് തകർക്കാനുള്ള RSS കർസേവക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് LK അദ്വാനി നടത്തിയ രഥയാത്ര ബീഹാറിലെത്തിയപ്പോൾ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത ആളാണ് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ്. ലാലുവിനോടുള്ള BJPയുടെ കൊടിയ ശത്രുത അന്നു മുതൽ തുടങ്ങിയതാണ്. BJPയെയും RSSന്റെ വിനാശകരമായ ആശയ സംഹിതയെയും എതിർത്തെന്ന ഒറ്റ കാരണത്താൽ ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും മോദി സർക്കാർ തുടർച്ചയായി വേട്ടയാടുകയാണ്. BJPക്കെതിരായ പ്രതിപക്ഷ കൂട്ടായ്മ രൂപീകരിക്കുന്നതിലും ലാലു പ്രസാദും കുടുംബവും വലിയ പങ്കാണ് വഹിക്കുന്നത്. കൂടെ നിന്ന നിതീഷ് കുമാർ പോലും മറുകണ്ഠം ചാടിയിട്ടും ലാലുവിന് യാതൊരു കുലുക്കവുമില്ല. ലാലു പ്രസാദ് യാദവിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബീഹാറിൽ ഒരൊറ്റ RSS ശാഖ പോലും പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് അത്. ഉത്തരേന്ത്യയിൽ ഭീഷണി കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഒരു കാരണവശാലും മോദിക്ക് വഴങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒന്നാം സ്ഥാനത്താണ് ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന RSS വിരുദ്ധതയാണ് ലാലുവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സത്ത. ലാലുവിനെ കീഴ്പ്പെടുത്താൻ 18 അടവും പലതവണ പ്രയോഗിച്ചിട്ടുണ്ട് മോദി. എന്നാൽ മരണം വരെ ജയിലിൽ കിടന്നാലും മോദിയുമായോ RSSുമായോ യാതൊരു സമവായവും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിൻ്റെ ആൾരൂപമാണ് ലാലു പ്രസാദ് യാദവ്. ബീഹാറിനെ സംഘപരിവാറിൻ്റെ മറ്റൊരു പരീക്ഷണശാലയാക്കി മാറ്റുന്നതിനെ എക്കാലവും തടഞ്ഞു നിർത്തുന്നത് ലാലു പ്രസാദ് യാദവ് എന്ന രാഷ്ട്രീയ ശരീരമാണ്. ഭരണത്തിലിരിക്കുമ്പോഴും അല്ലെങ്കിലും ബീഹാറിൻ്റെ എല്ലാ ചലനങ്ങളും ലാലുവിൻ്റെ അറിവോടെയാണ്. BJPക്കോ നിതീഷ് കുമാറിനോ അതിനെ മറികടക്കാൻ ഇതുവരെ ആയിട്ടില്ല. അതിനാൽ തന്നെ ലാലുവിനെയും ലാലുവിൻ്റെ പാർട്ടിയെയും എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നത് മോദിയുടെ പ്രയോറിറ്റികളിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ലാലുവിനെതിരെയുള്ള മോദിയുടെ വേട്ടയാടലിന് മറ്റു കാരണങ്ങൾ തേടേണ്ടതില്ല. 2004-2009 കാലഘട്ടത്തിൽ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ജോലിക്ക് പകരമായി ഭൂമി വാങ്ങി അഴിമതി നടത്തിയെന്ന കേസാണ് ലാലുവിനെതിരെ തട്ടിക്കൂട്ടിയെടുത്തിട്ടുള്ളത്. കേസിൽ ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വി യാദവ് എന്നിവരെ പ്രതികളാക്കി. 2022 കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജാമ്യം കിട്ടി ലാലു പുറത്തിറങ്ങിയ ഉടനെയാണ് റെയിൽവേ നിയമന തട്ടിപ്പെന്ന പേരിൽ CBI മറ്റൊരു കേസെടുത്തത്. എന്നാൽ ഉദ്യോഗസ്ഥർ ചെയ്ത അഴിമതിക്ക് വകുപ്പ് മന്ത്രി എങ്ങനെയാണ് പ്രതിയാകുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവുമില്ല.